നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ജോയിന്റ് കൗൺസിൽ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂരിൽ വിളംബരജാഥയും കോർപ്പറേഷൻ പരിസരത്ത് പൊതുയോഗവും നടത്തി. AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് TV ഗോപകുമാർ അധ്യക്ഷനായി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ, സംസ്ഥാന വൈസ് ചെയർമാൻ R രമേശ്, WCC ജില്ലാ സെക്രട്ടറി VS ജയനാരായണൻ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം R ഹരീഷ് കുമാർ, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം AM നൌഷാദ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി TG വിജിമോൾ, സെക്രട്ടേറിയറ്റ് അംഗം VV പ്രസാദ്, ജോയിന്റ് കൗൺസിൽ നേതാക്കളായ വിജയ് മിർലി, P ധനുഷ്, സുബിൻ തോപ്പിൽ, CV ശ്രീനിവാസൻ, EK സുഷീർ, VH ബാലമുരളി, MK ഷാജി എന്നിവർ പ്രസംഗിച്ചു. രാഷ്ട്രീയമാണ് എന്ത് ഇടതുപക്ഷ രാഷ്ട്രീയം. ഇപ്പോ നമ്മൾ വലിയൊരു പണിമുടക്ക് നടത്തി. ഫെബ്രുവരി 12-ാം തീയതി വലിയ പണിമുടക്ക് നടത്തിയില്ലേ? ആ പണിമുടക്കിനോട് നിങ്ങൾ ചേർന്ന് നിന്നില്ലേ? ആ പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള പ്രചാരം ഇന്ത്യ രാജ്യത്ത് ഈ കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരായിട്ടാണ് നമ്മൾ ആ പണിമുടക്ക് നടത്തിയത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ, ആ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ ശത്രുക്കളായി കാണുന്ന സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. കുറുമാലി രാപ്പാൾ മുളങ്ങ് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ വർഷങ്ങൾ പഴക്കമുള്ളതും അപകടാവസ്ഥയിലുള്ളതുമായ കലുങ്ക് പുതുക്കി പണിയണമെന്ന ആവശ്യം ശക്തമാകുന്നു. റോഡ് വികസനത്തോടൊപ്പം തന്നെ ദ്രവിച്ചു തുടങ്ങിയ ഈ കലുങ്കും പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം KS ജോൺസൺ ഇരിങ്ങാലക്കുട PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കുറുമാലി രാപ്പാൾ മുളങ്ങ് റോഡിലെ കുറുമാലിയിലുള്ള കലുങ്കാണ് അതീവ അപകടാവസ്ഥയിലുള്ളത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കലുങ്കിന്റെ സൈഡ് കെട്ടുകൾ തകർന്നു തുടങ്ങിയിരിക്കുകയാണ്. പാലത്തിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ച് ബലക്ഷയം നേരിടുന്ന അവസ്ഥയിലാണുള്ളത്. എന്നാൽ ഈ ശോചനീയാവസ്ഥ പരിഗണിക്കാതെ പഴയ കലുങ്കിന്റെ സൈഡ് വാളിനോട് ചേർന്ന് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്താനുള്ള നീക്കമാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ശാശ്വതമായ പരിഹാരമില്ലാതെ വെറും മിനുക്കുപണികൾ നടത്തുന്നത് ഭാവിയിൽ വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ ഭയപ്പെടുന്നു. അതിനാൽ നിലവിലുള്ള റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി തന്നെ ഈ പഴയ കലുങ്ക് പൊളിച്ചു നീക്കി പുതിയത് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് KS ജോൺസൺ തന്റെ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട PWD റോഡ്സ് വിഭാഗത്തിന് നൽകിയ ഈ പരാതിയിൽ അധികൃതർ എത്രയും വേഗം ഇടപെട്ട് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്നാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. പൊങ്കോത്രയിൽ പീതവർണം ചാർത്തി കാറ്റ് ഫ്ലോ. ഭാനുമതി അമ്മയുടെ സ്നേഹപരിചരണത്തിൽ പൂത്തുലഞ്ഞ് മതിൽക്കെട്ടുകൾ. മതിൽ നിറയെ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പൂക്കളുടെ മനോഹാരിതയിൽ മനം കുളിർക്കുകയാണ് പോങ്കോത്രയിലെ വഴിയാത്രക്കാർ. റിട്ടയേർഡ് അധ്യാപികയായ കല്ലിക്കടവി ഭാനുമതി അമ്മയുടെ വീടിന്റെ മതിൽക്കെട്ടുകളാണ് ഇപ്പോൾ കാറ്റ് ഫ്ലോ ചെടികൾ പീതവർണം ചാർത്തി മനോഹരമാക്കിയിരിക്കുന്നത്. 3 വർഷം മുൻപ് വയനാട്ടിലുള്ള മകന്റെ വീട്ടിൽ സന്ദർശനത്തിന് പോയപ്പോഴാണ് ഭാനുമതി അമ്മ ഈ ചെടിയുടെ ഭംഗി ആദ്യമായി ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ മതിലുകളിൽ സ്വർണ്ണ വർണ്ണത്തിൽ പടർന്നു നിൽക്കുന്ന പൂക്കൾ കണ്ടപ്പോൾ തന്റെ വീട്ടുമുറ്റത്തും ഇത് വേണമെന്ന ആഗ്രഹം തോന്നി. അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ തൈ ഇന്ന് മതിൽ മുഴുവൻ പടർന്ന് പന്തലിച്ച് പൂത്തു നിൽക്കുകയാണ്. വള്ളിച്ചെടിയായി വളരുന്ന കാറ്റ് ഫ്ലോ മതിലുകളിലും വേലികളിലും വേഗത്തിൽ പടരുന്ന സ്വഭാവമുള്ളതാണ്. ചെറുതും മൃദുവുമായ ഇലകൾക്കിടയിൽ കൂട്ടമായി വിരിയുന്ന പൂക്കൾ ചെടിക്ക് ഒരു പൂത്താലത്തിന്റെ ഭംഗി നൽകുന്നു. ഒരേ സമയം ആയിരക്കണക്കിന് പൂക്കൾ വിരിയുന്നതിനാൽ മതിൽ കാണാൻ കഴിയാത്ത വിധം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. തിളക്കമുള്ള മഞ്ഞ നിറവും സുന്ദരമായ രൂപവും കാരണം വഴിയാത്രക്കാരും നാട്ടുകാരും ഈ പൂക്കാലം കണ്ട് ആസ്വദിച്ചാണ് കടന്നു പോകുന്നത്. അധ്യാപന ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം പ്രകൃതിയെയും ചെടികളെയും ഏറെ സ്നേഹത്തോടെ പരിചരിക്കുന്ന ഭാനുമതി അമ്മയ്ക്ക് തന്റെ പ്രയത്നം പൂവിട്ടു നിൽക്കുന്ന ഈ കാഴ്ചയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില.
സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,860 രൂപയും പവന് 1,18,880 രൂപയും രേഖപ്പെടുത്തി. പുതുക്കാട് കാനൂർ എരിപ്പോട് വഴിയിൽ മേനാച്ചേരി ചെക്കാലക്കൽ തോമസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ റീന, ജൂലി ജാക്സൺ എന്നിവർ മക്കളും അനൂപ് തരകൻ, ഇലക്ട എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.